ഇപ്പോൾ ലഭിച്ചൊരു വാർത്തയിലേക്കാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതിയെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയി. ഇയാളുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യത്തെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ്. വിജൻ വായാന്തോടെ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. വിജൻ, ക്രൈംബ്രാഞ്ച് ഓഫീസിന് പരിസരത്താണുള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. വിജൻ, എന്താണ് ഇനി അന്വേഷണ സംഘത്തിന്റെ തുടർ നടപടി? ഈ വൈദ്യപരിശോധന എപ്പോൾ പൂർത്തിയാകും? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തും ഒപ്പം തന്നെ സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ അനന്ത സുബ്രഹ്മണ്യത്തിന്റെ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പം ഇരുത്തിയായിരുന്നു ഇരുവരെയും ചോദ്യം ചെയ്തത്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്വാഭാവികമായും എല്ലാ ദിവസവും വൈദ്യപരിശോധന നടത്തണം എന്നുള്ള ഒരു ചട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്കായി നിലവിൽ ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷം വീണ്ടും ഈ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്ക് തന്നെ അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് ചെയ്യുക. തുടർന്ന് ഈ ഇരുവരുടെയും ചോദ്യം ചെയ്യലിൽ ഉള്ള വിവരങ്ങൾ അനുസരിച്ച് വീണ്ടും ഒരുപക്ഷെ രണ്ടുപേരെയും മാറ്റി നിർത്തി ചോദ്യം ചെയ്യാനുള്ളൊരു സാധ്യതയാണ് നിലവിൽ കാണുന്നത്. അതിനുശേഷം മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും. നിലവിൽ എന്തായാലും രാവിലെ 10:30 കസ്റ്റഡിയെടുത്ത അനന്ത സുബ്രഹ്മണ്യത്തെ ഒറ്റയ്ക്കിരുത്തിയായിരുന്നു ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്തതെങ്കിൽ പിന്നീട് ഒരുമിച്ച്, അതായത് സുബ്രഹ്മണ്യം പോറ്റിയെയും അനന്ത സുബ്രഹ്മണ്യത്തെയും ഒരുമിച്ച് ഇരുത്തിയുള്ള ചോദ്യം ചെയ്യലാണ് അതിനുശേഷം നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വൈദ്യപരിശോധനയ്ക്കായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. ശരി, വിജനാണ് വിവരങ്ങൾ നൽകിയത്.